ഈ സെമിനാറിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എറണാകുളം ജില്ലാ അമീർ ജനാബ് ടി കെ അബൂബക്കർ സാഹിബാണ്. ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മിഷണറി മൗലവി സുൽത്താൻ നസീർ സാഹിബാണ്. ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രിയ സുഹൃത്ത് KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ റവറൻഡ് ഫാദർ സിബുൽ പിരിക്കലാണ്. ഞാൻ അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആമുഖ ഭാഷണം നടത്തുന്ന ജുനൈദ് അഹമ്മദ് സാഹിബിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എറണാകുളം അഹമ്മദിയ ജമാഅത്ത് പ്രസിഡന്റ് BB അഹമ്മദ് കബീർ സാഹിബിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഈരടികളോടെ ഈ സെമിനാർ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി മൗലവി മെഹബൂബ് അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. وعلى الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. ഞാനിവിടെ പാരായണം ചെയ്തത് സൂറ അൽ മാഇദയിലെ 9-10 വചനങ്ങളാണ്. അവിടെ അർത്ഥം ഇപ്രകാരമാകുന്നു: ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വിശ്വസിച്ചവരെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. ഒരു സമുദായത്തോടുള്ള വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. വിശ്വസിക്കുകയും സൽ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവരോട് അവർക്ക് പാപപ്പൊറുതിയും മഹത്തായ പ്രതിഫലവുമുണ്ടെന്ന്
അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജസാക്കുമുല്ലാഹ്. വിഷയ അവതരണത്തിനായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ യുവജന വിഭാഗം തലവൻ ജുനൈദ് അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അഭിമന്യരായ യോഗാധ്യക്ഷൻ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ സാരഥി കെ അബൂബക്കർ സാഹിബ്, കാലിക്കറ്റ് മുബല്ലിഗ് ഇൻചാർജ് മൗലവി സുൽത്താൻ നസീർ സാഹിബ്, ഏറ്റവും പ്രിയപ്പെട്ട KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഫാദർ സിബു എരമ്പനക്കൽ, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം പ്രസിഡന്റ് അഹമ്മദ് കബീർ സാഹിബ്, കൊച്ചി ഇന്റർനാഷണൽ ബുക്ക് ഫെയർ സംഘാടകരെ, മറ്റു ഇതര സ്റ്റാൾ അംഗങ്ങളെ, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. എല്ലാ വർഷവും കൊച്ചി ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്ന സമയത്ത് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു സെമിനാർ നടത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇതിന്റെ സംഘാടകർ നൽകാറുണ്ട്. ആദ്യമായി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഒരു ആമുഖം നടത്തുകയാണ്. ലോകത്തെമ്പാടും വിവിധ സെമിനാറുകളും ഇത്തരം ബുക്ക് ഫെയറുകളിലും പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ യഥാർത്ഥമായി സമാധാനം നിലകൊള്ളുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ലോകത്ത് അനീതി നടമാടുമ്പോൾ അസമാധാനം ഉണ്ടാവുകയും അസമാധാനം പതിയെ യുദ്ധത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവിലൂടെ ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ അഹ്മദിയ മുസ്ലിമിന്റെ അഞ്ചാമത്തെ ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് അള്ളാഹു തആല ബിൻ അബ്ദുൽ അസീസ് കഴിഞ്ഞ 20 വർഷങ്ങളിലേറെയായി ഈ ഒരു വിഷയത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വിവിധ പാർലമെന്റുകളിലും വിവിധ ലോക നേതാക്കൾക്കും മതപുരോഹിതർക്കും കത്തുകൾ അയക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ ക്ഷണിക്കുന്നു. ലോകത്ത് സമാധാനം നിലനിർത്തുക എന്നതല്ലാതെ ഇതിന്റെ പിന്നിൽ യാതൊരുവിധ രാഷ്ട്രീയ നിലപാടുകളോ അജണ്ടകളോ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് തീർത്തും ഒരു മതപരമായ ആത്മീയപരമായ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ഇസ്ലാമിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ആരംഭിക്കട്ടെ. 1889 ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിലൂടെ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടു. തുടർന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി 80ഓളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും 10,000-ഓളം നോട്ടീസുകളും കത്തുകളും അയക്കുകയും 100 കണക്കിന് സംവാദങ്ങളിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ ഒരു മിഷന്റെ നാന്ദി കുറിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് ലോകത്ത് 16,000-ലധികം പള്ളികളും 600-ലേറെ ഹോസ്പിറ്റലുകളും 30-ലേറെ സ്കൂളുകളും ഒക്കെയായി ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നു പോകുന്നു. ഇന്ന് 5ാം ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ തുടർന്നു പോവുകയാണ്. 1889 മുതൽ 1947 വരെ ഇന്ത്യയിലെ ഖാദിയാനിലായിരുന്നു ഞങ്ങളുടെ ആസ്ഥാനമെങ്കിൽ 1947 വിഭജന സമയത്ത് പാകിസ്ഥാൻ റബുവയിലേക്ക് നീങ്ങുകയും അതിനുശേഷം 1984 ലണ്ടനിലേക്ക് പലായനം ചെയ്യുകയും ഉണ്ടായി. 1984 മുതൽ 2019 വരെ ലണ്ടൻ ആസ്ഥാനമായും 2019 മുതൽ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം വരെയും ഇസ്ലാമാബാദ് ഹിൽഫോർഡ് UK-യിൽ തന്നെ നമ്മൾ നടമാടുകയും ചെയ്തു. ഇതുകൂടാതെ യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സംഘടനയുടെ ചാരിറ്റിയിലൂടെ ലോകമെമ്പാടും ദുരിത നിവാരണത്തിലേക്ക്
അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു. വിശദ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്റ്റാള് സന്ദർശിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഖലീഫത്തുൽ മസീഹ് അഞ്ചാമൻ ഹദ്റത്ത് മിർസ മസ്റൂർ അഹ്മദ് തആല ബിൻ അസീസ് തന്റെ ഗ്രന്ഥത്തിൽ ഇസ്ലാം ആഗോള പ്രതിസന്ധിയും സമാധാനത്തിലേക്കുള്ള പാതയും വേൾഡ് ക്രൈസിസ് ആൻഡ് പാത്വേ ടു പീസ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന 10ഓളം പോയിന്റുകൾ ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഊന്നൽ നൽകുന്ന കേവല നീതി സ്ഥാപിക്കുക എന്ന വിഷയത്തിൽ അടിസ്ഥാനമാക്കി നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം എന്ന വിഷയത്തെ അധികരിച്ച് ഇവിടെ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ഈ സെമിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരെയും ബുക്ക് ഫെയറിന്റെ സംഘാടകരെയും അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാളുകളിൽ ഞാൻ നേരത്തെ പ്രസ്താവിച്ച ആഗോള പ്രതിസന്ധിയും സമാധാനത്തിലേക്കുള്ള പാതയും എന്ന പുസ്തകം ലഭ്യമാണ്. അത് സൗജന്യമായി നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ 135, 137 സ്റ്റാളുകളിലുമായി ബന്ധപ്പെടാമെന്നും തുടർന്ന് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും അത് നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലേക്ക് പ്രചരിപ്പിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ഈ ആശയത്തിലേക്ക്, ഈ ഒരു സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഇവിടെ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം മുഖ്യ പ്രഭാഷണത്തിനായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മിഷണറി മൗലവി സുൽത്താൻ നസീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഭ്യുന്നരായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ നമ്മുടെ വിശിഷ്ട അതിഥി ഫാദർ റവറൻഡ് ഹുസൂർ ഇന്റർനാഷണൽ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ലോകത്ത് 213 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ഈ സെമിനാറിന് നൽകിയിരിക്കുന്ന ശീർഷകം നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം എന്നുള്ളതാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: നീതി ഒരു വെളിച്ചമാണ്. അനീതി അല്ലെങ്കിൽ നീതിയില്ലായ്മ ഇരുട്ടും അന്ധകാരവുമാണ്. ഇന്ന് ലോകം അനീതി കൊണ്ട് അല്ലെങ്കിൽ നീതിയില്ലായ്മയിൽ ഒരു അസ്തമയ സൂര്യനെ പോലെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. നീതിയുടെ പ്രകാശം പാടെ ശോഷിച്ച നിലയിലാണ് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോകത്ത് വീണ്ടും നീതിയുടെ പ്രകാശം ഒരു ഉദയസൂര്യനെ പോലെ ഉദിച്ചു പൊങ്ങുകയും വീണ്ടും ലോകത്തെ പ്രകാശിതമാക്കണമെന്ന് മനുഷ്യത്വമുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ നമുക്ക് അത് എങ്ങനെയാണ് സാധിക്കുക? അഥവാ ഈ ഉദ്യമത്തിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പരാജയപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? കഴിഞ്ഞ 20 വർഷമായി അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് ലോകത്തെ ഈ ഒരു കാര്യത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയും ലോകം അനീതിയുടെ ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക് പോകാതെ നീതി സ്ഥാപിച്ചുകൊണ്ട് പ്രകാശത്തിലേക്ക് കടന്നു വരണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
അതിന് ഉപരിപ്ലവമായ പ്രവർത്തനങ്ങൾ മാത്രം മതിയാവുകയില്ല എന്ന്, മറിച്ച് അതിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കാരണം ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമാധാനമില്ലായ്മയാണ്. അത് മനുഷ്യ ജീവിതത്തിന്റെ ഏത് തലം നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിലും അവിടെയെല്ലാം നമുക്ക് സമാധാനമില്ലായ്മ, അശാന്തി കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യന്റെ വ്യക്തി ജീവിതമാകട്ടെ, അവന്റെ കുടുംബജീവിതമാകട്ടെ, അവന്റെ സാമൂഹിക ജീവിതമാകട്ടെ, അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യന്റെ ജീവിതമാകട്ടെ, എല്ലായിടത്തും അശാന്തിയുടെ, അസമാധാനത്തിന്റെ കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ശാന്തിയെയും സമാധാനത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശാന്തി വേണം എന്നുള്ളതാണ്, സമാധാനം വേണം, അക്രമവും അനീതിയും അരുത് എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ശാന്തിയും സമാധാനവും അക്രമരാഹിത്യവുമെല്ലാം തന്നെ സ്വാർത്ഥത കൈയടക്കിയിരിക്കുകയാണ്. സമാധാനം വേണം എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനം വേണം, എന്റെ കുടുംബത്തിന് സമാധാനം വേണം, ഞാൻ താമസിക്കുന്ന എന്റെ ചുറ്റുപാടിന് സമാധാനം വേണം എന്നുള്ള കേവല സ്വാർത്ഥതയിലേക്ക് മാത്രം മനുഷ്യൻ ഒതുങ്ങിയിരിക്കുകയാണ്. അക്രമം അരുത് എന്ന് പറയുമ്പോൾ എനിക്കെതിരിൽ അക്രമം അരുത്, എന്റെ വിശ്വാസത്തിനെതിരിൽ അരുത്, ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിനെതിരിൽ അരുത് എന്നത് മാത്രമാകും. മറ്റുള്ളവരുടെ ശാന്തിയെയും സമാധാനത്തെയും മറ്റുള്ളവർക്ക് എതിരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തെയും കുറിച്ച് നമ്മളാരും തന്നെ അതിനെക്കുറിച്ച് അത്രത്തോളം വേവലാതിപ്പെടാറില്ല. ഇപ്പൊ ശാന്തിയും സമാധാനവും അക്രമരാഹിത്യവും എല്ലാം തന്നെ ഇത്തരത്തിൽ സ്വാർത്ഥത കൈയടക്കി വച്ചിരിക്കുകയും അതേപോലെ തന്നെ അനീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാപനമായി ഇതെല്ലാം തന്നെ മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് തുടങ്ങി കുടുംബജീവിതത്തിലെയും ജീവിതത്തിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെ പരിണമിച്ച് ഇന്ന് മനുഷ്യൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരത്തിൽ സ്വാർത്ഥതയിലും അതുപോലെ തന്നെ അനീതിയിലുമുള്ള ഒരു ലോകം, അല്ലെങ്കിൽ പൊള്ളയായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് ഹസ്രത്ത് മീർസ മസ്റൂർ അഹമ്മദ് സാഹിബ് അദ്ദേഹം പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ സമാധാനവും ശാന്തിയും എല്ലാം തന്നെ സ്വാർത്ഥത മാത്രമായി അവശേഷിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ എല്ലായിടത്തും അനീതിയുടെ ദൃശ്യങ്ങൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല എങ്കിൽ പോലും നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നില്ല എങ്കിൽ നമ്മൾ മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരായി മാറുന്നതാണ്. അങ്ങനെ മനുഷ്യ പരിശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്നിടത്ത് പിന്നീട് ഈ മനുഷ്യന്റെ വിധി എന്ന് പറയുന്നത് അത് ദൈവം നിശ്ചയിക്കുന്നതായിരിക്കും. മനുഷ്യ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നിടത്ത് ദൈവനിശ്ചയം അല്ലെങ്കിൽ ദൈവിക വിധി മനുഷ്യന്റെ ചരിത്രത്തെ നിർണയിക്കുകയും അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തിന്റെ അത് ഭാഗധേയമായി മാറുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലുള്ള ഒരു ദൈവിക ഇടപെടലിനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ രൂപത്തിൽ ഞാൻ കാണുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇത് പറയുന്ന അവസരത്തിൽ പലരും തന്നെ ഇതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു പരിഹാസ്യ ദൃഷ്ടിയോടുകൂടി നോക്കുകയും, ഒരു മൂന്നാം ലോക മഹായുദ്ധം എങ്ങനെ സംഭവിക്കാനാണ്? ഇന്ന് നമുക്ക് UNO പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. 1ഉം 2ഉം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു മനസാക്ഷി ലോകത്തിന്റെ മുമ്പിലുണ്ട്.
അപ്പോൾ എങ്ങനെ ഇത് സംഭവിക്കാനാണ്, അല്ലെങ്കിൽ ഇതൊരു തികച്ചും അതിശയോക്തി കലർത്തിയുള്ള ഒരു നിഗമനമാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ 2008 ഉണ്ടായ സാമ്പത്തിക മാന്ദ്യവും പിന്നീട് അതിനുശേഷം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ ഉടലെടുത്ത ആഭ്യന്തര കലാപങ്ങളും, ഉദാഹരണമായി 2011 അറബ് സ്പ്രിംഗ് എന്ന പേരിൽ, അറബ് വസന്തം എന്ന പേരിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഉടലെടുത്ത, മധ്യ പൗരസ്ത്യ ദേശത്ത് ഉടലെടുത്ത കലാപങ്ങളും, അതല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കെതിരിലുള്ള കലാപങ്ങൾ, അതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ടായ ഭരണകൂടങ്ങൾക്കും അതേപോലെ തന്നെ അവിടെയുള്ള സ്ഥാപനങ്ങൾക്കുമെതിരെ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലാപങ്ങൾ, ലോകത്തിലെ സാമ്പത്തിക ക്രമത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം, ചൈനയുടെയും തൈവാന്റെയും പ്രശ്നം, അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ പ്രശ്നം, പലസ്തീൻ ഇസ്രയേൽ പ്രശ്നം, ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം തന്നെ അക്രമങ്ങളും അതേപോലെ തന്നെ യുദ്ധത്തിന്റെ മുറവിളികളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്, അത് സംഭവിക്കുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള, അല്ലെങ്കിൽ വിസ്മയകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യമല്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. സ്വാഭാവികമായും 2ാം ലോക മഹായുദ്ധമാണ് അതിലേറ്റവും ഭീകരമായിട്ടുണ്ടായിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ആറ്റം ബോംബ് ഉപയോഗിച്ച ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. പട്ടാളങ്ങൾ തമ്മിൽ, സൈന്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള നടത്തിയ യുദ്ധമായിരുന്നു. എന്നിട്ട് പോലും ചരിത്രം പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ 62 ദശലക്ഷം ആളുകൾ അതിൽ മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. അനൌദ്യോഗികമായ കണക്കുകൾ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഈ 62 ദശലക്ഷം ആളുകൾ മരണപ്പെട്ടതിൽ 40 ദശലക്ഷം ആളുകൾ സാധാരണ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് അവസ്ഥകൾ തികച്ചും മാറിയിരിക്കുന്നു. ഇന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ പക്കൽ പോലും വലിയ അണ്വായുധങ്ങളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളുമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ, ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവവർഗം തന്നെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിത്തീരും എന്ന് ചിലർ പറയുന്നു. ചില അന്താരാഷ്ട്ര സംഘടനകൾ പഠനങ്ങൾ നടത്തിക്കൊണ്ട് പറയുന്നത് 62% മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാൾ പരിതാപകരമായിരിക്കും. വരാനിരിക്കുന്ന തലമുറകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അംഗവൈകല്യത്തോടു കൂടിയുള്ള വലിയ ഒരു ജനസമൂഹവും അവർക്ക് വായുവും വെള്ളവും എല്ലാം തന്നെ മലിനമാക്കപ്പെട്ട ഒരു ലോകവുമായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ഏതെങ്കിലും ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ഏതെങ്കിലും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ല. മറിച്ച് നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളെല്ലാവരും യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് അധികം അറിയാത്തവരായിരിക്കും. പലായനത്തിന്റെ വേദനകൾ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം, ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഒരു കോണിൽ, ഏതെങ്കിലും ഒരു ചെറിയ കോണിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ അത് നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ അങ്ങനെയല്ല, മറിച്ച് അത് മുഴുലോകത്തെയും, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മാനവരാശിയെയും ബാധിക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് ലോകത്തിന് എങ്ങനെ പിന്തിരിയാൻ സാധിക്കും, ലോകത്തെ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിലെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിനേറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ലോകത്ത് നീതി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ നീതി എങ്ങനെയായിരിക്കണം, നീതിയുടെ സ്ഥാപനം എങ്ങനെയായിരിക്കണം? അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് അദ്ദേഹം യൂറോപ്യൻ പാർലമെന്റിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഈ വിഷയത്തെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വൻ രാജ്യങ്ങൾ അവർ സാധാരണ രാജ്യങ്ങളിൽ, ദരിദ്ര രാജ്യങ്ങളിൽ
അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളിൽ അവിടെ സ്വാതന്ത്ര്യമില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടപെടുന്നു. പക്ഷെ അതേസമയം തന്നെ ഈ വൻ ശക്തികളുടെ സുഹൃത്തുക്കളായ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ബ്ലോക്കിൽപ്പെട്ട രാജ്യങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ്, ഇതുപോലെ തന്നെ വൻ ശക്തികളുടെ കയ്യിലുള്ള വീറ്റോ അധികാരം അതെല്ലായ്പ്പോഴും തന്നെ അക്രമികളെ സഹായിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാ സമയത്തും തന്നെ അക്രമികളെ സഹായിക്കുന്നതിനും അതോടൊപ്പം തന്നെ അക്രമത്തിന് കൂട്ടുപിടിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള അധികാരങ്ങളെ വിനിയോഗിക്കുന്നു. ഒരു ഭാഗത്ത് തീവ്രവാദത്തെ അപലപിക്കുകയും തീവ്രവാദത്തിനെതിരിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു, അവരിൽ നിന്ന് പ്രകൃതി വിഭവങ്ങൾ വാങ്ങുന്നു. നമുക്കറിയാം, ലോകത്തിലുള്ള ഏത് തീവ്രവാദ സംഘടനയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരുപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും അവരുടെ ആരുടെയും കയ്യിൽ ഒരു ടെക്നോളജിയും ഇല്ല. പക്ഷേ അവർക്ക് ടെക്നോളജികൾ നൽകുന്നതും അവർക്ക് അത്യാധുനികമായ ആയുധങ്ങൾ നൽകുന്നതും ഈ വൻ ശക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ഇത് ഒരവസരത്തിൽ ഒരു സാഹചര്യത്തിൽ ലോകസമാധാനം തകർക്കുകയും ഈ അനീതിയോടുള്ള പ്രവർത്തനങ്ങൾ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേരുകയും ഇത് ലോകസമാധാനം തകർക്കുകയും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘദർശനത്തോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ ഇതിൽ നിന്ന് രക്ഷക്കുള്ള മാർഗം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ സാഹചര്യത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കുക? അദ്ദേഹം അതിന് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നീതിയെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നീതിയുടെ സ്ഥാപനം എങ്ങനെ സാധ്യമാക്കും? അതിന് ഭൗതികമായ വശങ്ങളുണ്ട്, അതിന് രാഷ്ട്രീയമായ വശങ്ങളുണ്ട്, സമകാലീന സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും അതിന്റെ സങ്കീർണതകളെക്കുറിച്ചും കൂടുതൽ ഗ്രാഹ്യമുള്ള ആളുകളുമായിരിക്കും. ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായും ഞാൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരാത്മീയ സംഘടനയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടും മതപരമായിട്ടുള്ള ഇതിന്റെ പരിഹാരം എന്താണ് എന്നായിരിക്കും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന പ്രതീക്ഷയോടും കൂടി മതപരമായി ഇസ്ലാം ഈ കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം ഒന്നാമതായി വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, നീതിയുടെ സ്ഥാപനവുമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ യഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു സമൂഹത്തിന്റെ ശത്രുത അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോടും ശത്രുത പാടില്ല, ഒരു മനുഷ്യനോടും ശത്രുത പാടില്ല. അതുകൊണ്ടാണ് അഹമ്മദിയ ജമാഅത്തിന്റെ മോട്ടോ ആയി ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ, എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരാളോടും ശത്രുതയോ വെറുപ്പും പാടില്ല. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ പോലും ആ ശത്രുത ഒരിക്കലും തന്നെ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്ത കാര്യമാണ്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുതയുണ്ട് എങ്കിൽ പോലും അവരോട് നീതി പാലിക്കുക എന്നുള്ളതാണ്. അവർക്ക് ശത്രുതയുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളോട് വിദ്വേഷമുണ്ട് എന്നതിന്റെ പേരിൽ ഒരിക്കലും അവരോട് അനീതി കാണിക്കരുത് എന്നുള്ളതാണ്. തുടർന്ന് വിശുദ്ധ ഖുർആൻ നീതിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അത് നിങ്ങൾക്കെതിരിലും, അതായത് നിങ്ങളുടെ സ്വന്തത്തിനെതിരിലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലും, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്ക് എതിരിലാണെങ്കിൽ പോലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. പിന്നീട് ഭരണാധികാരികളോട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുമ്പോൾ അൻ തഹ്കുമു ബിൽ അദിൽ, നിങ്ങളുടെ ഭരണത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നീതിയായിരിക്കണം. വിശുദ്ധ ഖുർആൻ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഭരണം നടത്തണം എന്നല്ല. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഭരണം നടത്തണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ
വിശുദ്ധ ഖുർആൻ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോ ഞങ്ങൾ ഏതൊരു ഭീകരവാദികളും അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളും പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഓരോരുത്തർക്കും അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൻ തഹ്കുമു ബിൽ അദിൽ, നിങ്ങൾ ഭരണം നടത്തുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നീതിയായിരിക്കണം, കേവല നീതിയായിരിക്കണം. കേവല നീതി എന്ന് പറയുന്നത് എല്ലാവരോടും തുല്യമായ നിലയിലായിരിക്കണം, എല്ലാവരോടും ഒരുപോലെയുള്ള സമീപനമായിരിക്കണം. അപ്പോൾ മാത്രമേ അതിനെ നീതി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ മതം, ജാതി, വർഗം, വിശ്വാസം, ദേശം, ഭാഷ എന്നുള്ള യാതൊരു വിവേചനവുമില്ലാതെ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുക എന്ന അടിസ്ഥാന തത്വമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. പ്രവാചകൻ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ജീവിതത്തിൽ ഈ കാര്യം പ്രാവർത്തികമാക്കി കാണിക്കുകയും ഇതിനെക്കുറിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തുകയും ആ സ്ത്രീക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ എന്റെ മകൾ ഫാത്തിമയാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അവർക്ക് ഞാൻ തക്കതായ ശിക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നീതിയുടെ കാര്യത്തിൽ എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള അനാവശ്യമായ യാതൊരു തരത്തിലുള്ള ശുപാർശയും പാടില്ല. അപ്പൊ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, മുമ്പുള്ള സമുദായങ്ങൾ നശിച്ചു പോകുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളായിരുന്നു. അവരിൽ സമ്പന്നർ, കഴിവുള്ളവർ, അവരിൽ സ്വാധീനമുള്ളവർ, അവർ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരോടുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു തരത്തിലും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളോട് മറ്റൊരു സമീപനവുമാണ്. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സമാധാനം നശിപ്പിക്കുകയും അങ്ങനെ അവസാനം കലാപങ്ങളിൽ കൊണ്ടെത്തിക്കുകയും സമാധാനം തകർക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് മുൻകാല സമുദായങ്ങൾ അല്ലെങ്കിൽ മുമ്പ് സമൂഹങ്ങൾ ഈ ഭൂമിയിൽ നശിച്ചു പോയത്. അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ മുമ്പിലും നിലനിൽക്കുകയാണ്. നീതിക്ക് വേണ്ടി നീതി ഈ ശരിയായ രീതിയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സമാധാനമില്ലായ്മയാണ്. സമാധാനമില്ലായ്മയിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നമുക്കറിയാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാഠമാണത്. അതുകൊണ്ട് തന്നെ എവിടെയാണോ അനീതിയുള്ളത് അവിടെ സത്യസന്ധത ഇല്ലാതാകുന്നു, സത്യസന്ധത ഇല്ലാത്തിടത്ത് സമാധാനമില്ലാതാകുന്നു. സമാധാനമില്ലായ്മയുടെ പരിണിത ഫലം എന്ന് പറയുന്നത് യുദ്ധമാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ച യുദ്ധങ്ങളായിരിക്കുകയില്ല. ഇപ്പോൾ ഇനി വരുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാജ്യങ്ങളുടെ പക്കലും ഇത്തരത്തിലുള്ള വലിയ ആയുധങ്ങളുള്ള സ്ഥിതിക്ക് ആ യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ മാത്രമല്ല വരും തലമുറകളെ പോലും ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സുഖജീവിതത്തെ അല്ലെങ്കിൽ ശോഭനമായ ഭാവിയെ തകർത്ത് കളയുന്ന യുദ്ധങ്ങളായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനീതിക്കെതിരിൽ, നീതിയില്ലായ്മയ്ക്കെതിരിൽ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്കെങ്ങനെ സാധിക്കും? അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട്, നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ നീതിക്ക് വേണ്ടി സംസാരിക്കുകയും നീതിബോധം ഉയർത്തിപ്പിടിക്കുകയും നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കുകയും നീതിയുടെ ആ തത്വത്തെ മുറുകെ പിടിക്കുകയും നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ലോകത്തെ ഈ കാര്യം പറഞ്ഞ് നമ്മുടെ വൃത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ചേർന്നാണ് ഈ സമൂഹവും ലോകവും രൂപപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറക്ക് ശോഭനമായ ഒരു ഭാവിയെ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തലമുറകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന കാരണം കൊണ്ട് നമ്മളെ എല്ലാവരെയും തന്നെ ശപിക്കുകയും എപ്പോഴും തന്നെ ദുഃഖത്തോടും ശാപത്തോടും കൂടി നമ്മളെ സ്മരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും
നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതാ, അതുകൊണ്ട് നിങ്ങൾ എന്റെ ഈ സന്ദേശത്തെ ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുക, എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന, ശോഭനമായ ഒരു ഭാവിയെ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും, അവർ വ്യത്യസ്ത മതവിശ്വാസികളാകട്ടെ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരാകട്ടെ, വ്യത്യസ്ത ദേശീയതയിലുള്ള ആളുകളാകട്ടെ, വർണ്ണവർഗ ദേശഭാഷാമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും നിങ്ങൾ എന്റെ ഈ സന്ദേശം എത്തിക്കുക എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തുടർച്ചയായിട്ട് ഈ ലോകത്തെ ഈ വരാനിരിക്കുന്ന ഈ ഭയാനകമായ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള സെമിനാറുകൾ ലോകം മുഴുവൻ സംഘടിപ്പിക്കുകയും നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും നീതിയുടെ ശബ്ദത്തെ ലോകത്തിന്റെ എല്ലാ ഹൃദയങ്ങളിലേക്കും ലോകത്തിലെ എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് നീതിയുടെ പ്രകാശം പൊട്ടിപ്പുറപ്പെടുകയും ആ പ്രകാശം ഒരു സൂര്യനായി ഉദിച്ചുയരുകയും അങ്ങനെ ലോകത്തെ പ്രകാശിതമാക്കുകയും ചെയ്യണം. അങ്ങനെ ലോകം നീതിയുടെ പ്രകാശത്താൽ പ്രകാശിതമായിക്കൊണ്ട് ലോകത്ത് വീണ്ടും സമാധാനത്തിന്റെയും ശാന്തിയുടെയും അവസ്ഥകൾ വരികയും ലോകം വീണ്ടും മനുഷ്യരെല്ലാവരും ഒന്നായിക്കൊണ്ട്, മാനവ ലോകം ഒന്നായിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരും തലമുറ നമ്മെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒന്നായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മാറേണ്ടതാണ്. ദൈവം നമുക്ക് എല്ലാവർക്കും തന്നെ അതിനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ വിനീതമായ നന്ദിയും അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹ് മൗലവി സാഹിബ്. നമ്മുടെ മുഖ്യ അതിഥിയും KCBCയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ റവറന്റ് ഫാദർ സിബു ഇരിപ്പിനിക്കൽ അവരുകളെ അടുത്ത പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നീതിയുടെ വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ സെമിനാറിന് അധ്യക്ഷനായിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ മുഖ്യ സന്ദേശം നൽകിയ സുൽത്താൻ നസീർ മൗലവി, പ്രിയ സ്നേഹിതരെ, അഹമ്മദിയ മുസ്ലിം സുഹൃത്തുക്കളായ ധാരാളം ആളുകൾ എനിക്ക് പരിചിതരാണ് ഇവിടെയുള്ള പലരും. അതുകൊണ്ട് തന്നെ അപരിചിതമായ ഒരു ഇടത്തല്ല ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അഹമ്മദിയ മുസ്ലിംസിന്റെ വിശ്വാസികളുടെ തലവൻ അസ്രഫ് മിശ്ര മസൂർ അഹമ്മദിന്റെ സന്ദേശങ്ങളെ കുറിച്ചൊരു വീഡിയോയോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഡിസോർഡറിന് കാരണം ലാക്ക് ഓഫ് ജസ്റ്റിസ് ആണ്, നീതി ഇല്ലായ്മയാണ് ഡിസോർഡറിന് കാരണം. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയെ കുറിച്ച് ലോകമെങ്ങും അത് ഒഴിവാക്കേണ്ടതിന്റെ താല്പര്യം പറയുന്ന വർത്തമാന സദസ്സുകളാണ് അഹമ്മദിയ ഇസ്ലാം വിശ്വാസികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എതിരെ വരുന്ന എല്ലാവരും ഏതോ മൂന്നാം ലോക മഹായുദ്ധം നടത്തുന്നവരാണെന്ന ചിന്തയിൽ ആണ് വഴിയിൽ കൂടി മനുഷ്യർ നടക്കുന്നതും വണ്ടി ഓടിക്കുന്നതും ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ ലോകങ്ങൾ തമ്മിൽ പരസ്പരം ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇപ്പോഴേ മനുഷ്യ മനസ്സുകളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന ഭയം നിലനിൽക്കുന്നു. ബൈബിളിലെ ഒരു പ്രവാചകനാണ് ആമോസ് പ്രവാചകൻ. അദ്ദേഹത്തിന് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത് നീതിയെക്കുറിച്ചാണ്. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെ. ജലം പോലെ നീതി ഒഴുകുന്ന ഒരു മനുഷ്യലോകത്തെ കുറിച്ചാണ് ഈ സെമിനാറുകൾ അഹമ്മദിയ ഇസ്ലാം വിശ്വാസികൾ ലോകമെങ്ങും പല ഭാഷകളിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആർക്കാണ് നീതി വേണ്ടത്? നീതിയുടെ ആവശ്യം ആർക്കാണ്? സമാധാനത്തെക്കുറിച്ചൊരു സമിറ്റ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ നടത്തുകയുണ്ടായി. നീതിയില്ലാതെ സമാധാനം ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. നീതിയും സമാധാനവും ഒക്കെ ആരുടെ ആവശ്യമാണ്?
നമ്മുടെയാണോ, രാജ്യങ്ങളുടെയാണോ, ഭരണകൂടങ്ങളുടെയാണോ, മതങ്ങളുടെയാണോ? ആർക്കാണ് നീതി വേണ്ടത്? മനുഷ്യനാണ് നീതി വേണ്ടത്. 2024 ഏറ്റവും പുതിയ ഓക്സ്ഫോർഡ് പ്രസിന്റെ 2024 വാക്ക് ആയി അവർ തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. 2014 ഒരു വാക്ക് നമ്മുടെ സാഹിത്യത്തിലെല്ലാം വളരെ സ്വാധീനമുണ്ടാക്കി. അത് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളതായിരുന്നു. സത്യാനന്തരം എന്ന വാക്ക് വളരെ പ്രചാരം കിട്ടിയായിരുന്നു നമ്മുടെ സാഹിത്യത്തിലും എഴുത്തുകളിലും വർത്തമാനങ്ങളിലും എല്ലാം. ഈ വർഷത്തെ വാക്കായിട്ട് അവർ തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ്. അതിനുള്ള കാരണം ആയി പറഞ്ഞത് നിരന്തരമായ നിലവാരമില്ലാത്ത വർത്തമാനങ്ങൾ കൊണ്ട് മലീമസമായ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഡിജിറ്റൽ ലോകവും മനുഷ്യനെ എത്തിച്ചിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ബ്രെയിൻ റോട്ട്. ഓർമ്മ ആണ് പ്രതിരോധം എന്ന് പറഞ്ഞിരുന്ന കാലത്ത് നിന്ന് ഓർമ്മ തന്നെ ഇല്ലാതാവുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒന്നായി നമ്മുടെ ചുറ്റുമുള്ള ലോകം, മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പരിസരത്ത് നിന്നാണ് നീതിയെക്കുറിച്ച് നിലവിളി കൂട്ടുന്നത്. ആർക്കാണ് നീതി വേണ്ടതെന്ന് ഞാൻ ചോദിച്ചതുകൊണ്ടാണ്. സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരെന്നുമൊക്കെ നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. പ്ലാച്ചിമടയിലുള്ളവർക്ക് നീതി കിട്ടിയിട്ടുണ്ട്, മുനമ്പത്തുള്ളവർക്ക് നീതിയുണ്ടോ? മണിപ്പൂരിലുള്ളവർക്ക് നീതിയുണ്ടോ? ഗുജറാത്തിലുള്ളവർക്ക് നീതിയുണ്ടോ? ഗാസയിലും ഇസ്രയേലിലും ഉക്രൈനിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഉള്ളവർക്ക് എന്ത് നീതിയാണ് ഉള്ളത്? അവരുടെയൊക്കെ നീതി നിഷേധിച്ചത് ആരാണ് എന്നുകൂടി ചോദിക്കണം. നീതി കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആരാണ് ഈ നീതി തരേണ്ടത്? ആരാണ് നീതി നിഷേധിക്കുന്നത്? ഒരു ശരിയായ ഒരു സ്ഥലത്ത് ജനിച്ചതുകൊണ്ടും ശരിയായ സമയത്ത് ജനിച്ചതുകൊണ്ടും എനിക്കിതൊക്കെ എഴുതാൻ പറ്റുന്നു എന്ന് ഇപ്പോൾ ഇവിടെ മാതൃഭൂമിക്കാർ വിറ്റുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ റെയിൻബോയിലെ സോണിയ ചെറിയാന്റെ ഒരു പുസ്തകമുണ്ട്. ഈ ശരി നിർണയിച്ചത് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ. അല്ലെങ്കിൽ ശരിയായ ഒരു ഇടവും ശരിയായ ഒരു സമയവും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ഒരു ശരിയായ സമയം ആരുടെയും ആവശ്യമല്ല. ശരിക്ക് വേണ്ടി നിലവിളിക്കുന്നവന്റെ ആവശ്യമാണ് ശരി. നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവന്റെ ആവശ്യമാണ് നീതി. അല്ലാതെ ആരാണ് നമുക്ക് നീതി കൊണ്ടുതരാൻ പോകുന്നത്? ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്നൊരു സങ്കല്പമാണ്. സങ്കല്പമല്ല, ചൈനയിൽ ഏകദേശം യാഥാർത്ഥ്യമാവുകയും ഇന്ത്യയിൽ പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ്. അഹമ്മദിയ ഇസ്ലാം വിശ്വാസികൾക്കോ ഇതിന്റെ സംഘാടകർക്കോ അല്ല. ഞാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം നമ്പറുകൾ മാത്രമായി പരിമിതപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇലക്ഷന്റെ സമയത്ത് മനുഷ്യനെ ആവശ്യമുണ്ട്. ഫ്രാൻസിസ് പാപ്പ 2014 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. വിശക്കുന്നവരുടെ those who suffer food insecurity and malnutrition are persons, not numbers. വിശക്കുന്നവരും ദാഹിക്കുന്നവരൊക്കെ നമ്പറുകളല്ല, മനുഷ്യരാണ്, വ്യക്തികളാണ്. അവർക്കൊക്കെ പേരുണ്ട്. കൊല്ലപ്പെടുന്നവർക്കൊക്കെ പേരുകളുണ്ട്. 10,000 പേര് വിശന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ ആ 10,000 പേർക്കും പേരുകളുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ വിലപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ വില തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാലത്താണ് ഈ 3ാം ലോക യുദ്ധത്തെ ഭയപ്പെടുന്നത്. ഇവിടെ നിന്ന് കുറച്ചുപേരെ തുടച്ചു നീക്കിയാൽ, പണ്ട് മറീനുകൾ, ഇറ്റാലിയൻ മറീനുകൾ 2-3 പേരെ കേരളത്തിൽ വെടിവെച്ചു വന്നു. ഇന്ന് ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പൊ അവിടുത്തെ ഒരു ഇറ്റലിക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ 100 കോടി ആൾക്കാരില്ലേ, 2 പേര് മരിച്ച എന്നാ കുഴപ്പമാണ്? ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളുടെ 2-3 പേരെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാവുമോ? യൂറോപ്പിലോ ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുമാണ് അതൊക്കെ ലോകത്തിൽ വാർത്തകളാകുന്നത്. ആഫ്രിക്കയിലോ ഏഷ്യയിലോ 3ാം ലോക രാജ്യങ്ങളിലോ ഒക്കെ ആരെങ്കിലും ഒക്കെ കൊല്ലപ്പെട്ട അവർക്ക് പേരുകളും ഇല്ല, വാർത്തകളും ഇല്ല. നീതി ആരുടേതാണ്? ആർക്കാണ് നീതി വേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഈ നീതിയെക്കുറിച്ചുള്ള ഈ സെമിനാറിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക്
പങ്കുവെക്കാനുള്ളത്. നീതി നിർമ്മിക്കേണ്ടത് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് കുറേയേറെ ശരികളും മറ്റൊരു 2014 മറ്റു പ്രസക്തമായ ഒരു വാക്കായിരുന്നല്ലോ സത്യാനന്തരം, പോസ്റ്റ് ട്രൂത്ത് എന്നത്. സത്യം നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതും അതിന്റെ കളറുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും എല്ലാം ശരികളാണ്. എല്ലാ ശരികളോട് ചേരുമ്പോൾ ശരികൾക്കപ്പുറത്തൊന്നൊരു ലോകമുണ്ടാവും. അതാണ് സത്യാനന്തരമായ ഒരു കാലത്തിന്റെ ലോകം. അവിടെ ലൈംഗികതയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് നിരവധി പക്ഷങ്ങളാണ്. ഏറ്റവും ഒടുവിൽ അടിസ്ഥാനപരമായി ഇതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് സത്യം. കുറേയേറെ ശരികൾ, കുറേയേറെ വലിയ ആൾക്കാർ, മറ്റു ചില കുറഞ്ഞ മനുഷ്യർ. അനിമൽ ഫാമിൽ പറഞ്ഞ ഓൾ ആനിമൽസ് ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞത് കാലം എത്ര കഴിഞ്ഞിട്ടും ഇത് മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ്. കുറച്ചു പേർക്ക് കൂടിയ ശരികളും മറ്റു കുറച്ചു പേർക്ക് കുറഞ്ഞ ശരികളും ഉണ്ടാവും. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പറ്റി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തെറി എഴുതിയാൽ അന്ന് രാത്രി അവനെ പിടിക്കാൻ സാധിക്കും. സിനിമാ നടനെ കുറിച്ച് പറഞ്ഞാൽ അന്ന് രാത്രി അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സുപ്രീം കോടതി നേരിട്ട് രാത്രി വിളിച്ചിട്ട് പറയും ഇത്തരം അക്രമം ചെയ്തവനെ അറസ്റ്റ് ചെയ്യാൻ. ബാക്കി എത്രയോ സാധുക്കളായ സ്ത്രീകളെയും എത്രയോ മനുഷ്യരെയും ഇതേ പ്ലാറ്റ്ഫോമിൽ ആളുകൾ നിരന്തരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. എത്രയോ പേരെ ഇതുപോലെ നമ്മുടെയൊക്കെ തലസ്ഥാന നഗരത്തിലും രാജ്യ തലസ്ഥാനത്തുമൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ എത്ര നീതി ആര് കൊടുക്കും? നീതി അവകാശപ്പെടുന്നവന്റെ കാര്യത്തിലും ഇത്തരം നിഷേധങ്ങളുണ്ട്. നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യരുടെ കൂട്ടം ആൾക്കൂട്ടങ്ങളായി ജനാധിപത്യ കാലത്ത് മനുഷ്യർ അധപ്പതിക്കാനുള്ള കാരണം, രാജാധിപത്യ കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് ഒരു കാരണമെങ്കിലും പറയാം. കുറച്ചുപേരുടെ കുടുംബക്കാര്യമായിരുന്നു ദേശഭരണം എന്നത്. പക്ഷേ മനുഷ്യർ, ജനങ്ങൾ, പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന കാലത്തും തെരഞ്ഞെടുക്കപ്പെട്ടവൻ പിറ്റേന്ന് മുതൽ നമ്മളെ കാണുമ്പോൾ ഭയപ്പെട്ടു തുടങ്ങുകയും അവരുടെ കാറിന്റെ മുന്നിലേക്ക് അറിയാതെ വന്നു കയറുന്നവനെ ക്രിമിനലായും ടെററിസ്റ്റായും കരുതുകയും ചെയ്യുന്നതും നമ്മൾ സൃഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ തന്നെ ഉൽപ്പന്നമല്ലേ? ഇങ്ങനെ വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിന്റെ ഉൽപ്പന്നങ്ങൾ നിരന്തരം ഭക്ഷിക്കുകയും സ്വയം മനുഷ്യരല്ലാതാവുകയും ചെറുതാവുകയും ചെറുപ്രാണികളോടൊപ്പം നമ്മളെ തന്നെ പരിഗണിക്കുകയും ചെയ്യുന്ന കേവലം നമ്പറുകളും ഉപഭോക്താക്കളും ആയി അധംപതിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നീതിയെക്കുറിച്ച് കുറച്ചു സമയം ഈ പുസ്തകങ്ങളുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യം. എത്ര കാലം മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കും എന്നതും ഈ നിലവിളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ അഹമ്മദിയ വിശ്വാസികൾ ഇന്ന് സംഘടിപ്പിച്ച നീതിയെ കുറിച്ചുള്ള ഈ നിലവിളിയുടെ സെമിനാറിന് ഞാൻ മനസ്സിലാക്കുന്നത്. നീതി ആർക്കാണ് വേണ്ടത്? സമാധാനം ആർക്കാണ് വേണ്ടത്? ഇവിടെ മതത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന അധികാരം കയ്യിലെത്തുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അത് നിർണയിക്കുന്ന ഭരണകൂടം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ തെരഞ്ഞെടുത്ത കുറച്ച് പാവ മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ മാത്രം അടങ്ങുന്ന ഒന്നാണ്. അവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ മലിനമാക്കാനും, നമ്മുടെ ചിന്തകളെ മലിനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉപ്പായിട്ട് പാപപുണ്യങ്ങളെ കുറിച്ചുള്ള പ്രസംഗം പറയാനല്ല പറഞ്ഞത്. മനുഷ്യനാണെന്ന വിചാരം പോലും നമ്മളിൽ ഇല്ലാതാക്കുന്ന നിരന്തരമായ നിറങ്ങളുടെ ലോകത്തിൽ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ, കോടിക്കണക്കിനായ മനുഷ്യരെ. നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുത്തിട്ട് വല്യപ്പന്മാരും അമ്മമാരും ഒക്കെ പറയും എന്ത് മിടുക്കനാണെന്നറിയാമോ, അവൻ സ്മാർട്ട് ഫോണൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിക്കും, മിടുക്കനാ. എനിക്കൊന്നും അത് ഉപയോഗിക്കാനേ അറിയില്ല. ഐൻസ്റ്റൈന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയല്ലേ സ്മാർട്ട് ഫോൺ ഇവിടെ ഉണ്ടാക്കുന്നത്? ഏത് സാധാരണക്കാരനും ഏത് പൊട്ടനും സുഖമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. എങ്കിലല്ലേ കോടിക്കണക്കിനായി ഈ സാധനം ആളുകൾ വാങ്ങിച്ചു കൂട്ടുകയുള്ളൂ എന്നുപോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇതിന്റെയൊക്കെ അടിമകളായി മാറിയൊരു, ഇത് ഇപ്പോഴും ഒരു ശരിയോ തെറ്റോ പാപമോ പുണ്യമോ എന്നൊക്കെയുള്ള കള്ളിയിൽ നിർത്തിയാണ് ഇപ്പോഴും ഇതിനെയൊക്കെ മനുഷ്യർ കാണുന്നതല്ല. നമ്മൾ മുമ്പേ ചിന്തിച്ച ഡിജിറ്റൽ സർവാധിപത്യ കാലത്തിന്റെ കടന്നുകയറ്റം, നമ്മൾ ഇടയ്ക്കെപ്പോഴും അത് സംസാരിക്കുന്നു, സമയം കഴിഞ്ഞു വിചാരിച്ചു.
അപ്പോ ആളുകളുടെ ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അവര് കുറഞ്ഞ പൗരന്മാരാണ് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും മനുഷ്യർ ഈ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ദേശ സ്നേഹത്തിന്റെ പേരിൽ പരസ്പരം പഴിചാറാറുണ്ട്. അവിടെയാണ് എന്റെ ചോദ്യം, നീതി ആർക്കാണ് വേണ്ടത്? മതം നീതി നിഷേധിക്കുന്നത്, ഏതെങ്കിലും മതവിശ്വാസവും ആത്മീയതയും നീതി നിഷേധിക്കുന്ന ഒന്നിന്റെ പേരാണ് അല്ല. ആത്മീയമത എന്ന് പറയുന്നത് മനുഷ്യനെ നിരന്തരം പുനർനിർമ്മിക്കുകയും മനുഷ്യൻ ദൈവത്തിന്റെ മകനോ മകളോ ആണെന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒന്നിന്റെ പേരാണ് ആത്മീയത. അതിനെതിരെ പറയുന്ന ആത്മീയതയോടോ മതത്തിന്റെയോ പേരിൽ എന്തു പറഞ്ഞാലും അത് ദൈവനിഷേധമാണ്. അതിന്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കുമെതിരെ അത് അനീതിയാണെന്ന് പറയാനുള്ള ആർജവത്വം നമ്മുടെ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ അന്നുകൊണ്ട് എല്ലാ അവകാശങ്ങളും അവസാനിക്കുന്ന നമ്മളെപ്പോലെയുള്ള മനുഷ്യർ നമുക്കൊരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചതിന് അഭിനേന്ദ്രൻ മാഷ് പറഞ്ഞൊരു മറുപടി പോലെ പേരിൽ പെരുമാളിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കട്ടെ എന്ന്, അങ്ങനെ പേരും ആളുമുള്ള നമ്മൾ ഈ രാജ്യത്ത്, ഈ ദേശത്ത്, ഈ ഭൂമിയിൽ നിരന്തരമായി നീതി ജലം പോലെ ഒഴുകുന്ന ഒന്നാക്കി മാറ്റട്ടെ എന്ന ഇങ്ങനെ ഒരു വലിയ മികച്ച ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചവരെ അനുമോദിക്കുകയും എല്ലാവർക്കും എല്ലാ നന്മകൾ ആശംസിക്കുകയും ചെയ്യുന്നതാണ്. താങ്ക് യു ഫാദർ. ദൈവത്തിന്റെ സഹായം എപ്പോഴും തങ്ങൾക്ക് വർഷിക്കുമാറാകട്ടെ. നന്ദി പ്രകാശനത്തിനായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം പ്രസിഡന്റ് ബിബി അഹമ്മദ് കബീർ സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്നാണ്. അഭിവാദന രീതിയിൽ തന്നെ സമാധാനം ആശംസിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. മുസ്ലിം ലോകം പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ഇന്ന് ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഉത്കണ്ഠയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പിതാവ് ഫാദർ തിരൂരിൽ പറഞ്ഞത്. നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു മനുഷ്യൻ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കും നിരന്തരമായി വിശ്രമമില്ലാതെ യാത്ര ചെയ്തുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നാണ് ഈ നീതി നിഷേധം. ഭീമമായ ഒരു മഹായുദ്ധത്തിലേക്ക് മനുഷ്യരാശിയെ നയിച്ചേക്കാം. അത് സർവനാശത്തിന്റെ ഒരു പര്യവസാനം അതിന്റെ സർവനാശത്തിൻ്റെതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹൃദയം തകർന്നുകൊണ്ട് അദ്ദേഹം ലോക രാഷ്ട്രത്തിന്റെ തലസ്ഥാനങ്ങളിലും പാർലമെന്റുകളിലും പ്രസംഗിച്ചു കിടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ അനുയായികളായ ഞങ്ങൾ ഇന്നിവിടെ ഈ ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 4 മണിക്ക് നമുക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചത് കേവലം നിസ്സാരമെന്ന് പറയാവുന്ന ഒരു വിഷയത്തിലായിരുന്നു. ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫെർഡിനൻഡിനെ ഒരു സെർബിയൻ മതഭ്രാന്തൻ വെടിവെച്ച് കൊന്നതിന്റെ വലിയ അവസാനം ഉണ്ടായത് 1914 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യര് മരിച്ചു പോവുകയും അപകടപ്പെടുകയും ചെയ്ത ഒരു മഹായുദ്ധത്തിലേക്കാണ് ആ സംഭവം നയിച്ചതെങ്കിൽ, ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ ജർമ്മനിയിൽ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ടൊരു മനുഷ്യൻ, അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ ജനതയെ, ജർമ്മൻ ജനതയെ മുഴുവൻ വികാരം കൊള്ളിക്കുകയും നിങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരാണ്, നിങ്ങളാണ് ലോകത്തെ ഭരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ ഒരു മഹായുദ്ധത്തിലേക്ക്, നേരത്തെ ബഹുമാനപ്പെട്ട മൗലവി സാഹിബ് പറഞ്ഞതിന്റെ കാഷ്വാലിറ്റിയെ കുറിച്ച്, ഒരു മഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കുകയും 1939 മുതൽ 1945 വരെ 2 ആറ്റം ബോംബുകൾ ജപ്പാനിൽ വീഴുന്ന വിധത്തിലുള്ള ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്തത് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു ജനതയെ ബോധിപ്പിച്ചുകൊണ്ട് അവരെ തെറ്റായ വഴി നയിച്ചുകൊണ്ടാണ് ആ മഹായുദ്ധങ്ങളിലെ പര്യവസാനം ഉണ്ടായത്. ഇന്നും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നതിനിടയിലേക്ക് ചില ആട്ടിൻ തൊലിട്ട ചെന്നായികൾ ഇറങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ യുണൈറ്റഡ്, നിങ്ങൾ ഏകീകരിക്കണം, നിങ്ങൾ അതിനെതിരെ ഉണർത്തെഴുന്നേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തെയും മൗലികവാദത്തെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ നേതൃത്വ നിര ഇന്ന് ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നീതി നിഷേധത്തിന് അങ്ങനെ ഒരു ഭാവം കൂടിയുണ്ട്. അതിനെ മുതലെടുത്തുകൊണ്ട്
പിന്നെ തീവ്രവാദവും അതുപോലുള്ള മറ്റു പരിപാടികളും നടത്താൻ ഒരു നിര ആളുകളുമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഇടയിലാണ് സാധാരണക്കാരൻ നിൽക്കുന്നത്. ഏതിലേക്കാണ് തിരിയേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ അവരിലേക്ക് പോകണോ ഇവരിലേക്ക് പോകണോ എന്നുള്ളത്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്, മതങ്ങളുടെ അന്തസത്തയിലേക്ക് ഒരു മതവും അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നീതി നിഷേധത്തിന് കൂടെ നിൽക്കുന്നില്ല, നീതിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ ആ വാചകം ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞാൻ നീട്ടുന്നില്ല, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നന്ദി പറയുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ഇതിൽ അർപ്പിതമായിട്ടുള്ളത്. ആദ്യമായി ഇതിനാധ്യക്ഷം വഹിച്ച എറണാകുളം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എറണാകുളം ജില്ലാ അമീർ ടി കെ അബൂബക്കർ സാഹിബിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച കോഴിക്കോട് മിഷണറി സുൽത്താൻ നസീർ സാഹിബിന് നന്ദി പറയുന്നു. ഇവിടെ ആമുഖ ഭാഷണം നടത്തിയിരുന്ന എറണാകുളം അഹമ്മദിയ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജുനൈദ് സാഹിബിന് നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായി ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കാൻ ചെന്നപ്പോൾ വളരെ ആദരപൂർവ്വം ഞങ്ങളെ അവിടെ പിടിച്ചിരുത്തുകയും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ആയിട്ട് പോലും ഞങ്ങൾ പോകാൻ എഴുന്നേറ്റിട്ട് പോലും അതിന് തയ്യാറാകാതെ അദ്ദേഹം പിടിച്ചിട്ട് സംസാരിക്കുകയും ഞങ്ങളോട് ഒരുപാട് സ്നേഹവും കരുണയൊക്കെ കാണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ടിബു ഇരിമ്പലിക്കൽ അച്ഛൻ, അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അദ്ദേഹത്തോട് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയിൽ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരോടും നന്ദി പറയുന്നതോടൊപ്പം ഏറ്റവും അവസാനമായി ഞാൻ നന്ദി പറയുന്നത് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നടത്തിപ്പുകാരായ ബഹുമാനപ്പെട്ട ഞങ്ങൾ നന്ദേട്ടൻ എന്ന് വിളിക്കുന്ന EN നന്ദകുമാർ, അദ്ദേഹം ഞങ്ങളുടെ ഒരു അംഗത്തെ പോലെയാണ് പലപ്പോഴും ഞങ്ങളുടെ പല പരിപാടികളിലും അദ്ദേഹം ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേജൊക്കെ ഒഴിഞ്ഞു തരുന്നത്. എത്രമാത്രം പറഞ്ഞാലും അദ്ദേഹത്തോട് നന്ദി തീരുകയില്ല. അദ്ദേഹത്തിന്റെ ടീം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ഹരിദാസ്, അതുപോലെ തന്നെ രഞ്ജിത്ത്, രഘുരാജ്, ഒരു വലിയൊരു ടീമുണ്ട്. അവരോട് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി തന്നെ ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ലോകത്ത് ശാന്തിയും സമാധാനവും പരക്കട്ടെ. നീതിയുടെ വെളിച്ചം തേടുന്ന ലോകം സെമിനാർ ഇവിടെ അവസാനിക്കുന്നു.